വന്നത് ഗീത ചേച്ചിയാണെന്ന് നീ എങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് സ്വീറ്റി? പാദസരത്തിന്റെ സൗണ്ട് കേട്ട് കണ്ടുപിടിച്ച്. സ്വീറ്റി, ഇന്ന് ഗീതേച്ചിയുടെ ബർത്ത്ഡേ ആണ്, മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് സത്യം പറയോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ചേച്ചി പാരച്ചിന് കൊണ്ടുവരാമെന്ന് കഴിഞ്ഞ വസന്തർ പറഞ്ഞില്ലായിരുന്നോ? എന്റെ പട്ടിച്ചല്ലേ. നിനക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് നിന്നെ ആരും ദത്തെടുക്കുന്നില്ല സ്വീറ്റി. നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് എങ്ങനെയാ പറയാ? ഓക്കെ എന്നാ മക്കളെ, ഞങ്ങള് സൺഡേ വന്ന് നിങ്ങളെ കാണാം. ഓക്കെ, ബൈ ബൈ സ്വീറ്റി. ബൈ ചേച്ചി. ഗീത ചേച്ചി, എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത കൊണ്ടല്ലേ ആരെന്നെ കൊണ്ടുപോവാത്ത? ഗീത ചേച്ചി അങ്ങനെയല്ലേ? അതുകൊണ്ടല്ല എന്റെ പാരന്റ്സ് എന്റെ ചവിട്ടുകുട്ടിയിൽ കഴിഞ്ഞിട്ട് പോയത് അല്ല ഗീത ചേച്ചി. എനിക്ക് അറിയാം ഗീത ചേച്ചി. ചേച്ചി എന്റെ ഹാർട്ടിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഗീത ചേച്ചി, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗീത ചേച്ചി. എന്താന്ന് എനിക്കും അറിയില്ല. ഗീത, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഒന്ന് താഴെ വരാമോ പ്ലീസ്? ഓക്കെ. ഞങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. നിങ്ങൾ പോവാൻ നോക്ക്. പ്ലീസ് പോവാൻ നോക്ക്. ഞങ്ങൾ ഈ കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന് ആലോചിക്കുക. അനാഥയും കണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളന്ന് വേണ്ടാന്ന് പറഞ്ഞ. പക്ഷെ ഗൗതം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് സമ്മതിക്കാമായിരുന്നു. ഒരു നല്ല ദിവസം നോക്കി വന്ന് ഞങ്ങൾ കുഞ്ഞിനെ ദത്തെടുത്തോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നമസ്കാരം. താങ്ക്സ് പരിചയമില്ലാത്ത ആൾക്കേ പറയുള്ളൂ, പരിചയമുള്ളവരോട് പറയില്ല. ഞാൻ അവരെ പോയി കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ അവരെന്ത് വിചാരിച്ചാലും നമുക്കത് മനസ്സിലാവും. സ്വീറ്റിയെ അവർ ദത്തെടുക്കും, ചിന്തിയെ നീ ദത്തെടുക്കും. ഇപ്പൊ നിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. അപ്പോ ഇന്ത്യയിലുള്ള മറ്റു ഓർഫൻസിന്റെ അവസ്ഥ എന്താ? എന്റെ കയ്യിൽ അതിനൊരു ഐഡിയ ഉണ്ട്. ഡോക്ടറെ അടുത്ത് കുട്ടികളില്ലാത്തവരുടെ ലിസ്റ്റ് വാങ്ങിച്ച് അവരെ കൊണ്ട് കുട്ടികളെ ദത്തെടുപ്പിച്ചാലോ? ദത്തെടുത്തവരും ഹാപ്പി, കുട്ടികളും ഹാപ്പി. പിന്നെ ഇന്ത്യയിലെ ഓർഫനേജിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? 2 ദിവസമായിട്ട് എന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം തരാറില്ല. അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് എന്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അപ്പൊ തൊട്ട് എനിക്ക് വീട്ടിൽ ഭക്ഷണം തരാറില്ല. സോ ഒരു പ്രാവശ്യം നീ എന്നോടൊപ്പം വീട്ടിലേക്കൊന്ന് വന്നാ കൊള്ളായിരുന്നു. സ്വീറ്റിയുടെ ഫോട്ടോ അവര് കാണിച്ചു. ഗൗതം അവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? എങ്ങനെ?